بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് ത്വാഹ 69, 70, 71 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. وَأَلْقِ مَا فِي يَمِينِكَ تَلْقَفْ مَا صَنَعُوا. ഇതിൽ വഅൽഖി ഹംസ നന്നായി ക്ലിയറാക്കി പറയുക. വഅൽഖി എന്നായി പോയത് വഅൽഖി. ഇതിലെ ലാം ഇദ്ഹാർ ചെയ്യേണ്ട ലാമാണ്, ലാമുൽ ഫിഅൽ എന്നാണ് തജ്വീദിൻ്റെ സാങ്കേതിക നിയമപ്രകാരം പറയുക. അതേപോലെ തൽഖഫ്, ഇതൊക്കെ ഫിഅലുകളിൽ വരുന്ന മാദിയോ മുദാരിയോ അമ്രോ ഒക്കെ ആയിട്ടുള്ള ഫിഅലുകളിൽ വരുന്നതായ സാക്കിനത്തായ ലാം, ഇവ ഇവിടെ ഇൽഹാർ ചെയ്ത് ഉച്ചരിക്കുകയാണ്. വഅൽഖി, ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് കൊടുക്കേണ്ടത്. കസ്റായതുകൊണ്ട് ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ് ഖാഫ്, തഫ്ഖീം ചെയ്യണം. എന്നാൽ മക്സൂറത്തായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം നൽകേണ്ട സന്ദർഭമാണ്. വഅൽഖി മാ ഫീ യമീനിക തൽഖഫ്, ഇവിടെ ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ഖാഫ് ഫത്ഹാണ്. തൽഖഫ് മാ സ്വനഉ, സ്വനഉ എന്ന് പറയുമ്പോൾ സ്വാദിന് മാത്രമാണ് തഫ്ഖീം, ഇസ്തിഅലാഇൻ്റെ അക്ഷരം എന്ന് വെച്ചാൽ ഖാഫും സ്വാദും 2 തവണ ആവർത്തിച്ച ഖാഫ്, പിന്നെ ഈ സ്വാദ്, ഇതൊഴികെ ഈ ഓതിയ ഈ ഭാഗത്തിൽ എവിടെയും മറ്റൊരു തഫ്ഖീമിൻ്റെ അക്ഷരം വരുന്നില്ല. എല്ലാ അക്ഷരങ്ങൾക്കും തർഖീഖ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സ്വനഉ, സ്വനഉ എന്ന് വ്യക്തമാക്കി എല്ലാ ഹർഫുകളും ഉച്ചരിക്കുക. മഖ്റജിൽ നിന്ന് ക്ലിയറായി എല്ലാ ഹർഫും മൊഴിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നമാ സ്വനഉ കൈദു സാഹിർ. ഇന്നമാ, ഇവിടെ നൂൻ മുഷദ്ദദയെ മണിക്കണം. സ്വനഉ എന്നതിൽ വീണ്ടും ആവർത്തിച്ചു വന്ന പദമാണ് സ്വനഉ. സ്വാദിന് മാത്രം തഫ്ഖീം നൽകുക. ഐന് മഖ്റജിൽ നിന്ന് അഥവാ തൊണ്ടയുടെ മധ്യമെന്ന അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് പ്രത്യേകം ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ഹൽക്കിൻ്റെ 6 അക്ഷരങ്ങളിൽ ഒന്നാണ്. കൈദു സാഹിർ, കൈദു സാഹിർ. ഇവിടെ അന്ത്യത്തിൽ വരുന്ന സാഹിരീൻ എന്ന റാ, അതിൽ സുക്കൂൻ നൽകി വഖഫ് ചെയ്യുന്നു. തൊട്ടു മുമ്പിൽ ഖസ്റുണ്ട്, അതുകൊണ്ട് റാഇന് തർക്കീഖ് നൽകുകയാണ് വേണ്ടത്, നേർപ്പിച്ച്. കൈദു സാഹിർ, സാഹിർ എന്ന് നേർപ്പിച്ചുകൊണ്ട് റാഇന് ഉച്ചരിക്കുക. സാഹിർ എന്ന് പറയുമ്പോൾ ഹ തൊണ്ടയുടെ മധ്യമാണ് അതിൻ്റെ മഖ്റജ്, പ്രത്യേകം ശ്രദ്ധിക്കുക, വ്യക്തമായി ഉച്ചരിക്കുക. അത് ഹ പോലെ ആയി പോവാതെ സൂക്ഷിക്കേണ്ടതാണ്. വീണ്ടും വലാ യുഫ്ലിഹു സാഹിറു, ഹ ആവർത്തിക്കുന്നു. അസ്സാഹിറു, റു എന്ന് പറയുമ്പോൾ റാഇന് തഫ്ഖീം കൊടുക്കണം. ഹൈസു അത, വീണ്ടും ഹ ആവർത്തിച്ച് വരുന്നുണ്ട്. ഹൈസു, സാ ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്, അത് സീന് പോലെ ആയി പോകരുത്. സാ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മുകൾ ഭാഗം, നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം. വഹ്റു തൊറഫിൽ ലിസാൻ എന്നാ പറയുക. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം, മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർത്താണ് സാ ഉച്ചരിക്കുക. ഹൈസു അത ഫഉൽഖിയ അസ്സഹറതു സുജ്ജദ. ഫഉൽഖിയ നാം സൂചിപ്പിച്ചു, ലാം ഇൽഹാർ ചെയ്യണം. ഖാഫിന് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, എന്നാൽ കസ്റുള്ളത് കൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കണം. നേരത്തെ വന്ന അതേ ഹുക്മ തന്നെ. ഫഉൽഖിയ അസ്സഹറതു, റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. അസ്സഹറതു സുജ്ജദ. فألقي السحرة سجدا قالوا
സുജ്ജദൻ ഖാലു. ഇവിടെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. മണിക്കലിൽ തഫ്ഖീം വേണം, ശേഷം തഫ്ഖീം ചെയ്യേണ്ട ഖാഫാണ് എന്നതുകൊണ്ട്. സുജ്ജദൻ ഖാലു ആമന്നാ. ഖാലു എന്നതിലെ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കുക. ആമന്ന നൂൻ മുഷദ്ദദയെ മണിക്കുക, ഷദ്ദുള്ള നൂൻ. ബിറബ്ബി റാഇന് തഫ്ഖീം കൊടുക്കുക. ഹാറൂന വമൂസ. ഹാറൂന റാഇന് തഫ്ഖീമുണ്ട്, ശ്രദ്ധിക്കുക. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഹാറൂന വമൂസ. ഖാല ആമൻതും. ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഖാഫിനെ തഫ്ഖീം ചെയ്യണം. നേരത്തെ ഖാലു എന്ന് പറഞ്ഞപ്പോഴും അതേ ഹുക്മ തന്നെ. ഇവിടെ ഖാല അലിഫിലും തഫ്ഖീമിനെ നിലനിർത്തണം. ആമൻതും ഈ പദത്തിൽ സാക്കിനത്തായ നൂനും ശേഷം താവും ഇഖ്ഫാ ഹഖീഖി മറച്ച് മണിക്കുക. മണിക്കലിൽ തർക്കീഖ് വേണം. ആമൻതും ലഹു സാക്കിനത്തായ മീമും ശേഷം ലാമുമാണ്. ഇൽഹാർ ഷഫവിയാണ് മീമിനെ ചെയ്യേണ്ടത്, മണിക്കാതെ വെളിവാക്കുക. ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. ഖാഫിന് തഫ്ഖീം കൊടുക്കുക, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ഖബ്ല അൻ ആദന ലക്കും. അൻ ആദന സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. അൻ ആദന ലക്കും ഇന്നഹു ലകബീറുക്കും. ഇന്നഹു നൂൻ മുഷദ്ദദയെ മണിക്കണം. ഇന്നഹു ലകബീറുക്കുമുല്ലദീ. ലകബീറു റാഇന് തഫ്ഖീം കൊടുക്കുക. ലകബീറുക്കുമുല്ലദീ അല്ലമകുമുസ്സിഹ്ർ. അല്ലമകുമുസ്സിഹ്ർ. ഇവിടെ 2 പദങ്ങൾ ലകബീറുക്കും അല്ലമക്കും. ഈ പദങ്ങളിലെ സുക്കൂൻ നൽകപ്പെട്ട മീമിനെ ദമ്മാക്കി മാറ്റിയത് ഇൽത്തിഖാഉ സാക്കിനീൻ എന്ന പ്രശ്നം പരിഹരിക്കുവാനാണ്. 2 സുക്കൂനുകൾ ഒരുമിച്ച് വരുമ്പോൾ അത് പരിഹരിക്കേണ്ടതാണ്. ഇവിടെ തഹ്രീക്ക് എന്ന രീതി സ്വീകരിച്ചുകൊണ്ട് മീമിന് ദമ്മ് കൊടുക്കുന്നു. ലകബീറുക്കുമുല്ലദീ അല്ലമകുമുസ്സിഹ്ർ. അല്ലമക്കും ഐനെ വ്യക്തമാക്കി ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് അതിൻ്റെ മഖ്റജ്. അസ്സിഹ്ർ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റായിൽ തർക്കീഖാണ് വരുന്നത് എന്ന് ശ്രദ്ധിക്കുക. റായിന് സുക്കൂനും മുമ്പിൽ യാ അല്ലാത്ത സാക്കിനത്തായ ഹർഫും, എന്നാൽ അതിനു മുമ്പിലുള്ള അക്ഷരത്തിന് കസ്റും വരുമ്പോഴാണ് തർക്കീഖ് ചെയ്യേണ്ടത്. യാ ആണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാൽ യാ അല്ലാത്ത സാക്കിനത്തായ ഹർഫ് മധ്യത്തിൽ വരുന്നു, മുമ്പിൽ കസ്റുള്ള ഹർഫുമാണ്, ശേഷമുള്ള റായിൽ വഖഫും ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ റായിൽ തർക്കീഖ് കൊടുക്കണം എന്നതാണ്. അസ്സിഹ്ർ ഫലഉഖത്തിഅന്ന. ഈ പദത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഫലഉഖത്തി ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കണം. കൂടാതെ ഖാഫ്, ത്വാ ഇവ രണ്ടും ഇസ്തിഅലാഇൻ്റെ ഹർഫുകളാണ്. ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം, ത്വാഇന് നിസ്ബിയായ തഫ്ഖീം അഥവാ കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. ഉഖത്തിഅന്ന ഐൻ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഐന് ശേഷം നൂനുണ്ട്, മുഷദ്ദദത്തായ നൂൻ, അതിനെ മണിക്കണം. ഫലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും. ഐദിയകും എന്ന പദത്തിൽ വന്ന സാക്കിനത്തായ മീം ശേഷം വാവും വന്നിട്ടുണ്ട്. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുക.
إظهار شفوي أيديكم وأرجلكم من خلاف അർജുലക്കും എന്നതിലെ സാക്കിനത്തായ മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുന്നു. ഇദ്ഗാം ശഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നും പേര് പറയാം. മീമിന് ഷദ് നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വഅർജുലകും മിൻ ഖിലാഫ്. മിൻ എന്നതിൽ സാക്കിനത്തായ നൂൻ ശേഷം ഖാ ഇസ്തിഅലാഇന്റെ ഹർഫാണ്, ഹൽക്കിൻ്റെ അക്ഷരമാണ് എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അഥവാ ഇൽഹാർ ഹൽക്കി നൽകി നൂനിനെ വെളിവാക്കണം, മണിക്കാതെ. മിൻ ഖിലാഫ് ഇസ്തിഅലാഇന്റെ ഹർഫാണ്, കസ്റുണ്ട് എന്നതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുത്ത് അതിനെ ഉച്ചരിക്കണം. മിൻ ഖിലാഫിൻ വലഉസല്ലിബന്നകും. തൻവീനും ശേഷം വാവും വരുന്നു. ഇദ്ഗാം ബിഗുന്നഹ് നാഖിസ് നൽകി വാവിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിക്കണം. മിൻ ഖിലാഫിൻ വലഉസല്ലിബന്നകും. സ്വാദിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇന്റെ ഹർഫുകളിൽ ഒന്നാണ്. വലഉസല്ലിബന്നകും. നൂൻ മുശദ്ദദ വന്നിട്ടുണ്ട്. ഷദ്ദുള്ള നൂനിനെ മണിക്കണം. പദത്തിൻ്റെ അന്ത്യത്തിൽ സാക്കിനത്തായ മീം ശേഷം ഫാ ഇവിടെ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുക. ഇൽഹാർ ശഫവി. വലഉസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖ്ലി വലതഅലമുന്ന അയ്യുന. ആവർത്തിച്ച് ഷദ്ദുള്ള നൂനുകൾ വരുന്നുണ്ട്. എല്ലാറ്റിനും ഉന്നത്ത് കൊടുക്കുക. 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കുക. أينا أشد عذابا وأبقى. جذوع النخل ഖാഇന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇന്റെ ഹർഫാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഐന് സൂചിപ്പിച്ചതാണ് ജുദൂഇ. അതുപോലെ തഅലമുന്ന ഐനുകളൊക്കെ വളരെ വ്യക്തമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അയ്യുന അശദ്ദു. ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും. മദ് മുൻഫസിൽ ജായിസ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. അശദ്ദു അദാബൻ വഅബ്ഖാ. അദാബൻ വ തൻവീനും ശേഷം വാവുമാണ്. ഇദ്ഗാം ബിഗുന്നഹ് നാഖിസ് നൽകി വാവിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിക്കണം. വഅബ്ഖാ. അബ് എന്ന് പറയുമ്പോൾ ബഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. വഅബ്ഖാ എന്ന് പറയുമ്പോൾ ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും ഇവയിൽ തഫ്ഖീം നൽകണം. വഅബ്ഖാ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى. فألقي السحرة سجدا قالوا آمنا برب هارون وموسى. قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى.